ഹലോ, നിങ്ങളെ കയ്യിലും ഉണ്ടാവുമല്ലേ കുറേ തവണ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ച ജീൻസൊക്കെ. അങ്ങനെയുള്ള ജീൻസൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ജീൻസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കാല് വരുന്ന ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തുന്നി വെച്ച് കൊടുത്താലും മതിയാവും. ഞാൻ എളുപ്പത്തിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം താവൽ നമ്മൾ മടക്കി തയ്ച്ചിട്ടില്ലേ, ആ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ലെങ്ത്ത് എടുക്കണം. ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ വേണം അത്ര ലെങ്ത്തിൽ എടുക്കാം. ഞാനിവിടെ 22 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് വേണ്ടത് ഈ ഒരു പാൻറ്റിൻ്റെ ഈ ഒരു ഭാഗം വരുന്നില്ല, സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായി ഒന്ന് ബലം കൊടുത്താൽ നമുക്കിത് പിടിച്ച് വെച്ച് സ്റ്റിച്ച് കഴിച്ചെടുക്കാം. അല്ലെങ്കിൽ സ്റ്റിച്ച് കഴിക്കുന്ന ടൂൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കഴിച്ചെടുത്ത് ഇത് രണ്ടായിട്ട് എടുക്കാം. ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ താവിൽ എത്ര വീതി വരുന്നത് നോക്കാം. താവിൽ എനിക്കിപ്പോൾ 6.5 ഇഞ്ചാണ് വരുന്നത്. ആ 6.5 ഇഞ്ച് തന്നെ ഞാൻ മുകളിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 6.5 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. ഇനി ഈ ഒരു വരഞ്ഞു കൊടുത്ത ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെവലിലുള്ള ഒരു പീസ് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്ത് ഒഴിവാക്കി. ഇനി ഇതിന് വേണ്ടത് നമുക്ക് ഇതേപോലെ നീളത്തിൽ രണ്ടായിട്ട് മടക്കിയെടുക്കണം. അതിനുശേഷം ഈ ഒരു കോണിൽ വെച്ചിട്ട് സ്കെയിലൊന്ന് ഇതേപോലെ കോണാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതൊരു ത്രികോണാകൃതിയായിട്ട് കിട്ടും. ഇതൊന്ന് നമ്മൾ അയൺ ചെയ്തെടുത്താൽ നല്ല ലെവലിൽ തുണി നിൽക്കും. ഞാൻ പിന്നെ മടി കാരണം അയൺ ചെയ്തൊന്നും എടുത്തിട്ടില്ല. ഇനി നമ്മൾ അടുത്ത ഭാഗം വരുന്നില്ല, ഈ സ്റ്റിച്ച് ചെയ്ത് ഒഴിവാക്കിയ ഒരു ഭാഗം, ആ ഒരു ഭാഗം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇതിൻ്റെ അതേ ലെവലിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മുകൾ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് വേണം ഞാൻ അടുത്ത പോക്കറ്റ്സിനുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഞാൻ തുണീൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു അളവിൽ തന്നെ ഞാൻ പോക്കറ്റ്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒഴിവാക്കി ഈ ഒരു പീസിൽ നിന്ന് എനിക്ക് 3 പോക്കറ്റ്സാണ് കിട്ടുന്നത്. ഇതേപോലെ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു 3 പോക്കറ്റ്സ് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇതേപോലെ വെച്ച് കൊടുത്താൽ 3 പോക്കറ്റ്സ് മാത്രം വരും. ഇനി ഇതിന് ഒരു പോക്കറ്റ്സും കൂടി വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു അളവിൽ തന്നെ ഒന്നും കൂടി ഒരു പോക്കറ്റിനുള്ള തുണിയും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ട ഇതുപോലെ നമുക്ക് 4 പോക്കറ്റ്സാണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇതിനേക്ക് വേണ്ട ഒരു പടി വേണം. നമുക്ക് സൈഡിൽ നിന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പടി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുരിദാരൊക്കെ തയ്ച്ചിട്ട് ബാക്കി വരുന്ന പീസില്ലേ, അതിൽ നിന്ന് എടുത്താലും മതിയാവും. 2 ഇഞ്ച് വീതി വരുന്ന പീസാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു പടി എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. പടിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ജീൻസിൻ്റെ മോശം വശം വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ മടക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കവർ ചെയ്ത രീതിയിൽ ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ പടിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ജീൻസിൻ്റെ മോശം വശം വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. 1/2 ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ, 1/2 ഇഞ്ച് വെച്ചിട്ട്. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ 4 പോക്കറ്റ്സാണ് ഉള്ളത്. അപ്പോൾ അതിൽ 3 പോക്കറ്റ്സിൻ്റെ 2 വശത്തും ഇതേപോലെ പടി തയ്ച്ചു കൊടുക്കണം. ഒരു ലാസ്റ്റ് വരുന്ന ഭാഗമില്ലേ, അതിൻ്റെ ഒരു വശത്ത് മാത്രം നമുക്ക് ഈ ഒരു പടി തയ്ച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ എല്ലാ പോക്കറ്റ്സിനും ഇതേപോലെ പടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരിക. ഇനി നമുക്കിതിനെ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ പോക്കറ്റ്സ് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ പടിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗമില്ലേ, ആ ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അല്ലാതെ മുകളിലല്ല. ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അടുത്ത പീസ് ആ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഈ ഒരു പടിൻ്റെ സ്റ്റിച്ച് വരുന്നില്ലേ, ആ ഒരു ഭാഗം വെക്കുക. എന്നിട്ട് മുകളിൽ ഇതേപോലെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത പീസും എടുക്കാം. ഈ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് വരുന്ന ഭാഗം വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിൽ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെയാണ് എല്ലാ ഭാഗവും ഇത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇത് മുകളിൽ വെച്ച് അടയാളപ്പെടുത്തി കൊടുത്താൽ നമുക്ക് ഈ ഒരു പോക്കറ്റ്സ് വെക്കുമ്പോൾ അത്ര ഭംഗി കൊടുക്കില്ല. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ തയ്ക്കുന്നേരം ഫസ്റ്റ് തയ്ക്കേണ്ട മുകളിൽ വരുന്ന പീസാണ് കേട്ടോ തയ്ച്ചെടുക്കേണ്ടത്. ഇതേപോലെ ഈ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്ത് വെച്ചിട്ട് മുകളിൽ വരുന്ന പീസ് തയ്ച്ചെടുക്കണം.
അപ്പോൾ ഇതിൻ്റെ തയ്ച്ചതിൻ്റെ ഞാൻ മുകൾ വശത്തെ പീസ് തയ്ക്കുന്ന വീഡിയോ റെക്കോർഡായില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പീസ് വെക്കുന്നത് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം വെക്കുക. എന്നിട്ട് ഇതേപോലെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ 3 സൈഡ് തയ്ച്ചില്ല കേട്ടോ, ഒരു സൈഡ് മാത്രമാണ് തയ്ച്ചു കൊടുത്തത്. ഇതേപോലെയാണ് തയ്ച്ചു കൊടുത്തത്. ഇനി ബാക്കി വരുന്ന 2 പീസും കൂടി ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഈ ഒരു ഓർഗനൈസർ തയ്ക്കാൻ വേണ്ടി നമുക്ക് ജീൻസിൻ്റെ പീസ് തന്നെ വേണമെന്നില്ല. നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ക്ലോത്ത് എടുത്താലും മതിയാവും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. നമ്മളെ കുട്ടികളെ പെൻസിൽ കാര്യങ്ങളൊക്കെ വെക്കാനും അല്ലെങ്കിൽ ടൈലറിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ വെക്കാനൊക്കെയുള്ള നല്ല അടിപൊളി ഓർഗനൈസർ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇതിൻ്റെ സൈഡ് തയ്ച്ചു കൊടുക്കുന്നത് ഇതേപോലെ എല്ലാം ഒന്നിച്ച് വെച്ചതിന് ശേഷം 2 സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ വെക്കുക. എന്നിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതേപോലെ പോക്കറ്റ്സ് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡും പടി വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. അതിന് വേണ്ടി മുകളിൽ ഫസ്റ്റ് ഈ ഒരു കോർണറിലാണ് ഞാൻ തയ്ക്കുന്നത്. അതിന് വേണ്ടി ഇത് പടീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ജീൻസിൻ്റെ മോശം വശം വെക്കുക. എന്നിട്ട് അരേഞ്ച് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതേപോലെ ഒരു അരേഞ്ച് വെച്ചിട്ട് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി അടുത്ത വശത്ത് വെക്കുമ്പോൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മുകളിൽ കയറ്റി വെക്കണം. എന്നിട്ട് വേണം കേട്ടോ ഈ ഒരു പടി തയ്ക്കാൻ. ഇതേപോലെ 1/2 ഇഞ്ച് മുകളിൽ കയറ്റി വെക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 ഇഞ്ച് വെക്കുന്നത് നമുക്ക് അവിടെ മടക്കി തയ്ക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ വെച്ച പീസ് ഒന്ന് മടക്കിയതിന് ശേഷം ഇതേപോലെ 1/2 ഇഞ്ച് വെച്ച് മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മുകളിലെ കോർണർ ഭാഗം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി 2 സൈഡിലാണ് ഞാൻ പടി തയ്ച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ മുകളിൽ ഒരു പുറവേ വശത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ലെവൽ ചെയ്യണമെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. അങ്ങനെ തന്നെയാണ് 2 സൈഡ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ വെച്ച് മടക്കി തയ്ക്കുക. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇപ്പോൾ 2 വശവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ താവ് വശമാണ് തയ്ക്കേണ്ടത്. താവ് വശം തയ്ക്കുമ്പോൾ ഇതേപോലെ പുറത്തേക്ക് 1/2 ഇഞ്ച് വെച്ച് മടക്കി കൊടുക്കാം. അതിനുശേഷം ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്തതിന് ശേഷം അവിടെയും ഒരു 1/2 ഇഞ്ച് വെച്ച് തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു കൊളുത്ത് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് എടുക്കുക. ഒരു 2 ഇഞ്ച് നീളത്തിൽ വരുന്നൊരു പീസ് എടുക്കാം. എന്നിട്ട് അതിനെ ഇതേപോലെ തയ്ച്ചു കൊടുക്കാം. 4ആക്കി മടക്കിയതിന് ശേഷം എന്നിട്ട് മുകളിൽ വെച്ച് ഇതേപോലെ വെക്കുക. എന്നിട്ട് നമുക്കതിന് ഒരുപാട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ലോക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കണം. നമ്മൾ വെയിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളത് പറഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ലോക്ക് ചെയ്തിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയുള്ള ഒരു ഓർഗനൈസറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ കാണാം. ബൈ.